അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ബഷീർ മാഷ്, വേദിയിലുള്ള തങ്ങളവർ, സിദ്ദീഖ് മാഷ്, സുരേഷ്, കെ.ടി. ശിഹാബ്, പ്രിയപ്പെട്ട SYSന്റെ സഹപ്രവർത്തകരെ, ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഒരു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ വിപുലീകരണം എന്നുള്ള നിലക്കാണ് ഇപ്പോ ഈ റൂമിലേക്ക് മാറി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ എനിക്കും പറയാനുള്ളൂ. ഇവരുടെ പ്രവർത്തനം, SYSന്റെ പ്രവർത്തനം ഇവിടെ മാത്രമല്ല, ഇതിന്റെ പുറത്ത് നമ്മള് പുറത്തു പോകുന്ന സമയത്തൊക്കെ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ SYS സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നതാണ്, നേരിട്ട് നമ്മൾ അനുഭവിക്കുന്ന അങ്ങനെ വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന എന്നുള്ളതാണ്. കഴിഞ്ഞ ജനപ്രതിനിധി ആയിരുന്ന സമയത്തൊക്കെ SYSന്റെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ട് മനസ്സിലാക്കിയ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം നമുക്കറിയാം, നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. പൊതുപ്രവർത്തന രംഗത്ത് നോട്ടീസ് ഒട്ടിക്കുക, മുദ്രാവാക്യം വിളിക്കുക, അനുബന്ധമായുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ളതിലുപരി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു തിയറി മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ സംഘടനക്കകത്തും ഞാൻ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ രാഷ്ട്രീയ സംഘടനകൾക്ക് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മതസംഘടന എന്നുള്ളത് SYS ഒക്കെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അത് കാണുമ്പോൾ അത്ഭുതം തോന്നി. ഇതിലിപ്പോ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ അനുബന്ധമായുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നമുക്കറിയാം. പക്ഷെ അത് എത്ര കൊടുത്താലും എത്ര ഉണ്ടായാലും മതി വരാത്ത രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഫാദറിന് ചെറിയ സുഖമില്ല. അപ്പോ മരത്തിന്റെ കട്ടിൽ കിടത്തിയാൽ വലിയ പ്രയാസമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒരു ഇരുമ്പിന്റെ കട്ടിൽ കിട്ടാൻ നമ്മളൊക്കെ ആ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കാം. പാലിയേറ്റീവിൽ ആ കട്ടിലില്ല. മുസ്ലിം ലീഗിന്റെ സംഘടനയായിട്ടുള്ള ഒരുപാട് അനുബന്ധമായുള്ള ആളുകളുണ്ട്. അവരോട് ചോദിച്ചപ്പോഴും അവരെടുത്തില്ല. കാരണം അവരുടെ സാധനം ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ള സാധനം അവൈലബിൾ ആണ്. ആളുകൾ രോഗികളുടെ വീടിന്റെ അകത്താണുള്ളത്. അവസാനം ഞാന് പാഞ്ചേരിയുള്ള ഇവരെ സംഘടന, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരെ ബന്ധപ്പെട്ട് ആ കട്ടിലിന് വെൽഡിങ് നടത്തിയിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ ഇപ്പൊ കട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്റെ സംഘടനക്കകത്തും പറഞ്ഞിട്ടുള്ള ചാരിറ്റി ശക്തമാക്കണം. അത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരുന്നു. എത്ര സംഘടനകൾ ഉണ്ടായാലും മതിവരാത്ത രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അറിയാഞ്ഞിട്ടാണ്. നമ്മൾ സംഘടനകൾ നമ്മൾ കാണുന്നുണ്ട്. എത്ര സംഘടനകൾ ഉണ്ടെങ്കിലും ഈ ചാരിറ്റി, ഈ പ്രവർത്തനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ എന്റെ സംഘടനക്കകത്തും ഞാൻ സഹപ്രവർത്തകരായിട്ടുള്ള എന്റെ സഹപ്രവർത്തക ആളുകളൊക്കെ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ആളുകൾ, ഇപ്പൊ ഇവിടെ നേരത്തെ ബഷീർ മാഷ് ഇവിടെ പറഞ്ഞു, നിസ്കരിച്ച് വരുന്ന സമയത്ത് 10,000 രൂപ കൊടുത്തു, പോരായികളിൽ ഞാൻ 2,200 കൊടുത്തു. ആ കട്ടില് വേറൊരു അവകാശി വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും എത്ര ബഹുമാനിച്ചാലും മതിയാവില്ല. അത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. വിശ്വസിച്ച് ഏൽപ്പിക്കാനുള്ള ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ആളുകളാണ്, മുഖമാണ് നമ്മുടെ നാടിനകത്തും നമുക്കിടയിലും വേണ്ടത്. ഞാൻ എന്റെ അനുഭവം വെച്ച് നിൽക്കാം. അപ്പോ ഇതിനെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എത്ര ഉപകരണങ്ങൾ നമ്മൾ കൊണ്ടുവന്നാലും നമ്മുടെ രോഗികൾ നമ്മുടെ വീടിനകത്ത് ഒരാൾ മാത്രമല്ല, അന്നൊക്കെ ഒന്നായിരുന്നെങ്കിൽ 3-4 ആളുകൾ രോഗികളാണ്. ഓരോരുത്തരായിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ട സാഹചര്യമാണ്. ഞാനൊക്കെ ഈ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിൽക്കുന്നതാണ്. എന്റെ അനുഭവം അതാണെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ട ചൂരൽമലയിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഈ പഞ്ചായത്തിനകത്ത് അനുബന്ധമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് കാണുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വേറിട്ട പരിപാടികൾ നടത്തുന്ന സൗഹൃദ സംഗമങ്ങൾ, സൗഹൃദ ചായ, ഇങ്ങനെയുള്ള അന്യമായി കൊണ്ടിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തെ ഒരു മാതൃകാ രൂപത്തിൽ കൊണ്ട് ഒരു പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ വരെ ഈ സംഘടന ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം നടക്കുന്ന പ്രവർത്തനം ഒരു പറ്റം നല്ല ചെറുപ്പക്കാർ ആത്മാർത്ഥമായിട്ട് ഏത് സമയത്തും പിന്നെ ആ സഹകരണം നടത്തി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാണ് ഇതിന്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകൻ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹി എന്നുള്ളത്
ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം എന്റെ പ്രസ്ഥാനത്തിന്റെ കയ്യാഴുന്ന എല്ലാ സഹായങ്ങളും പിന്തുണയും നിങ്ങൾക്കുണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.